സഞ്ചാരികളുടെ വലിയൊരു ആകർഷണമായി മാറിക്കൊണ്ടിരിക്കുന്ന വിജയവാഡയിലെ പ്രകാശം ബാരേജിലെ ജലപ്പരപ്പാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ബാരേജ് എന്ന് പറയുന്നത് ഒരു ഡാം തന്നെയാണ്. എന്നാൽ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഡാമിൽ എപ്പോഴും വെള്ളം കെട്ടി നിർത്തി ഒരു നിശ്ചിത പരിധിക്ക് മുകളിൽ വരുമ്പോഴാണ് ഷട്ടറുകൾ പൊക്കി വെള്ളം ഒഴുക്കി കളയുന്നത് എങ്കിൽ ബാരേജിൽ വെള്ളം കെട്ടി നിർത്തി കനാലുകളിലൂടെ ജലസേചന ആവശ്യങ്ങൾക്കായി വഴിതിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. കൃഷ്ണ നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഈ ബാരേജ് ഒരു റോഡ് പാലമായും ഉപയോഗിക്കുന്നു. ആന്ധ്രയിലെ പ്രധാന ജില്ലകളായ ഗുണ്ടൂർ ജില്ലയെയും കൃഷ്ണ ജില്ലയെയും ബന്ധിപ്പിക്കുന്നത് 1.25 കിലോമീറ്ററോളം നീളം വരുന്ന ഈ പാലമാണ്. കൃഷ്ണ നദിയിൽ പ്രകാശം ബാരേജിന് മുകളിലായി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നദീദ്വീപായ ഭവാനി ഐലൻഡിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ശ്രീമാൻ ശ്രീമതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. നമ്മുടെ കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ പോലെ ആന്ധ്രാപ്രദേശ് ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് ഈ സ്ഥലം ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി വികസിപ്പിച്ചിരിക്കുന്നത്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ള ഭവാനി ഐലൻഡിൽ ബോട്ടിലാണ് നമുക്ക് പോകേണ്ടത്. മുതിർന്നവർക്ക് 120 രൂപയും കുട്ടികൾക്ക് 90 രൂപയുമാണ് പ്രവേശന ഫീസ്. ഔട്ട്സൈഡ് ഫുഡ് ഈ ഐലൻഡിൽ അലൗഡ് അല്ല. ആന്ധ്രയിലെ പ്രശസ്തമായ കനകദുർഗ ക്ഷേത്രത്തെക്കുറിച്ച് ഒരു വീഡിയോ ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഈ കനകദുർഗ ദേവിയെ ഇവിടങ്ങളിലൊക്കെ ഭവാനി മാത എന്നാണ് ആളുകൾ പറയുന്നത്. ഈ ഭവാനി മാത എന്ന പേരിൽ നിന്നാണ് ഈ കൃഷ്ണ നദിയിലുള്ള ഐലൻഡിന് ഭവാനി ഐലൻഡ് എന്ന പേര് വന്നിരിക്കുന്നത്. ഗംഗയും ഗോദാവരിയും കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു നദിയാണ് കൃഷ്ണ നദി. ഈ കൃഷ്ണാനദി പശ്ചിമഘട്ടത്തിൽ ഉദ്ഭവിച്ച് ഇന്ത്യയിലെ 7 സംസ്ഥാനങ്ങളിലൂടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ നിപതിക്കുകയാണ് ചെയ്യുന്നത്. ഭവാനി ഐലൻഡ് കാണുന്നതിന് ഞാനും ശ്രീമതിയും പിന്നെ സംഗീതയും സാൻവിയും കൂടാതെ അവിനാഷ് നാട്ടിൽ നിന്ന് വന്നിരുന്നു. അപ്പോൾ അവിനാഷും നമ്മോടൊപ്പം ചേരുകയായിരുന്നു. ഞങ്ങൾ എത്തിയ സമയത്ത് ഒരു ബോട്ട് നിറയെ യാത്രക്കാരുമായിട്ട് ജസ്റ്റ് പുറപ്പെട്ട് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ബോട്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. അത് പുറകെ തന്നെ ഒരു ബോട്ട് ഇപ്പോൾ നമ്മളുടെ ജെട്ടിയിലേക്ക് അടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ആളുകളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ബോട്ടിൽ കയറിയിട്ട് അക്കരയ്ക്ക് പോകാനായിട്ട് സാധിക്കും. ഞങ്ങൾ വന്നപ്പോൾ തന്നെയുള്ള ആദ്യത്തെ ബോട്ട് കിട്ടാത്തത് നന്നായി എന്ന് ഒരു തരത്തിൽ ഞങ്ങൾ വിചാരിച്ചു. കാരണം ഒരുപാട് കായലല്ല ഇത്, കായൽ കാഴ്ചകളിലൊക്കെ ഇങ്ങനെ മനസ്സിൽ വരുന്നു. ഇത് കായലല്ല, ഈ ദ്വീപുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു കൃഷ്ണ നദിയിലാണുള്ളത്. കൃഷ്ണ നദിയിലെ ഏറ്റവും വലിയ ഒരു ദ്വീപാണ് ഈ ദ്വീപ്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ കാഴ്ചകൾ കാണാനും, ഈ ബോട്ടാണെങ്കിൽ നല്ലൊരു ക്യൂട്ട് ബോട്ടാണ്, നല്ല ഓറഞ്ച് കളറിലും അത് വന്ന് അടിപ്പിക്കുന്നതും അതിൽ നിന്ന് യാത്രക്കാർ ഇറങ്ങുന്നതും ഒക്കെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക ഒരു രസമായിരുന്നു. കുറെ നാളുകൾക്ക് ശേഷം ബോട്ടിൽ കയറാൻ പോവാണ്. അതിന്റെ ഒരു നല്ലൊരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്. സാൻവി ഇതുവരെ കയറിയിട്ടില്ല. ബോട്ടിൽ ഇതുവരെ കയറിയിട്ടില്ല. സാൻവി കയറിയിട്ടുണ്ട്. സാൻവി ചെറുതായിരുന്നപ്പോൾ നമ്മളൊരു സ്ഥലത്ത് പോയല്ലോ, എവിടെയോ കറങ്ങാൻ പോയിട്ട് നമ്മളവിടെ വെച്ചൊരു മലയാളി ഫാമിലിനെ കണ്ടുപിട്ടിയത് ഓർക്കണ്ടോ? അവിടെ നമ്മൾ ബോട്ടിങ് കയറിയുണ്ട്. എവിടെ എനിക്ക് ഓർമ്മയില്ല. സാൻവിക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ ഊട്ടി ഇല്ല. അപ്പൊ ഓർമ്മ വെച്ച സമയം മുതൽ ആദ്യമായിട്ടാണ് ഇപ്പൊ ബോട്ടിൽ കയറാൻ പോണത്. ചെറുതായിരുന്നപ്പോ കയറിയിട്ടുണ്ടോ? എത്ര പ്രാവശ്യം കയറിയിട്ടുണ്ട്? എവിടേക്കാണെന്ന് പറ. അതെപ്പോഴും ബോട്ടിലാണ് പോകുന്നല്ലേ, വൈപ്പില്. പണ്ട് പാലം വന്നിട്ടില്ലല്ലോ. വള്ളത്തേലും കയറിയിട്ടുണ്ട്, ജങ്കാറിൽ കയറിയിട്ടുണ്ട്. ഞാനും കയറിയിട്ടുണ്ട്, വള്ളത്തിലും ബോട്ടിലും വഞ്ചിയിലും ഒക്കെ കയറിയിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ തന്നെ കയറിയിട്ടുണ്ട്. കപ്പലിലും കയറി. നമ്മള് റീസെന്റ് ആയിട്ട് സബ്മറൈൻ മ്യൂസിയത്തിൽ പോയപ്പോ കയറിയായിരുന്നല്ലോ. അതിന് മുമ്പ് സ്കൂളിൽ ഇങ്ങനെ എക്സ്കർഷൻ കൊണ്ടുപോയതാണ്. അപ്പൊ ഒന്ന് കേറിയൊക്കെ കണ്ടോ? അപ്പൊ കേറിയിട്ടുണ്ട്. യാത്രയൊന്നും ചെയ്തിട്ടില്ല. വെരി ഗുഡ്. ഇതിപ്പോ ഈ ഭവാനി ഐലൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. വിജയവാഡയിലെ ടൂറിസ്റ്റ് അട്രാക്ഷൻസിൽ ഒന്നാണ് ഈ പറഞ്ഞ ഭവാനി ഐലൻഡ്. അപ്പോൾ ഏതായാലും ഇവിടെ വരുമ്പോൾ വിജയവാഡ വരുന്നവർ കാണേണ്ട കുറേ സ്ഥലങ്ങളാണ് നമ്മളിവിടെ ഇപ്പോൾ കാണിച്ചു തരുന്നത്. അങ്ങനെ മെല്ലെ ഞങ്ങൾ ബോട്ടിൽ കയറി ബോട്ട് തീരത്ത് നിന്ന് യാത്ര തുടങ്ങി.
ബോട്ടിൽ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങളെപ്പോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്, അതുപോലെ ആന്ധ്രക്കാർ തന്നെയുണ്ട്. എല്ലാവരും ആദ്യമായിട്ട് ബോട്ടിൽ കയറുന്നവരും ഉണ്ട്, ഒരുപാട് പേര്. അല്ലെങ്കിലും ഈ കടലെന്ന് ഞാൻ വീണ്ടും പറയുന്നു, ഈ നദി, വെള്ളം ഒക്കെ കാണുന്നത് ഒരു പ്രത്യേകതയാണല്ലോ. എപ്പോഴും നമ്മൾ ഈ ആഴപ്പരപ്പിലൂടെ ഇങ്ങനെ ബോട്ടിലൊക്കെ സഞ്ചരിക്കുന്നത് എനിക്ക് എപ്പോഴും വളരെ കൗതുകമുള്ള ഒരു കാര്യമാണ്. പണ്ട് ഈ ഫോർട്ട് കൊച്ചിയിൽ നിന്നൊക്കെ മട്ടാഞ്ചേരിയിലേക്കും ഇവിടെ എറണാകുളം ബോട്ട് ജെട്ടിയിൽ നിന്ന് മട്ടാഞ്ചേരിയിലേക്കൊക്കെ ബോട്ടിൽ പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് എനിക്കിപ്പോൾ ഓർമ്മ വന്നത്. ബോട്ടിലൊക്കെ ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട്, അതുപോലെ വള്ളങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ പുഴക്കരക്കാവ്, മൂവാറ്റുപുഴ പുഴക്കരക്കാവിൽ നിന്ന് മാർക്കറ്റിലോട്ടൊക്കെ ഈ വഞ്ചിയിൽ പോകുമായിരുന്നു. അതൊക്കെയാണ് നമുക്ക് ഓർമ്മകൾ വരുന്നത്. അതൊക്കെ ഓർക്കുമ്പോൾ ഇന്ന് മനസ്സിൽ നല്ല ഭയം തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആകെ 10-12 വയസ്സുള്ള സമയമാണല്ലോ. പുഴയിലാണെങ്കിൽ മഴക്കാലങ്ങളിലൊക്കെ 5-6 ആൾ പൊക്കത്തിന് വെള്ളമുണ്ടാകും. അപ്പോൾ ഈ വള്ളത്തിൽ നിറയെ സ്കൂൾ കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും. എന്നാൽ അതിനകത്ത് കുറേ വിരുദ്ധന്മാരുണ്ട്. വെറുതെ ഈ പെൺകുട്ടികളെയൊക്കെ ഒന്ന് കരയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ഈ ബോട്ടിൽ ഇരുന്നുകൊണ്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുമ്പോൾ ഈ ബോട്ടല്ല, വള്ളം ഈ വള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചെരിയുമ്പോൾ ഒക്കെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വയറ്റിൽ തീ ആണ് ഉണ്ടാവുന്നത്. ഇന്നത്തെ ഞങ്ങളുടെ ഈ ഭവാനി ഐലൻഡ് യാത്രയ്ക്ക് പുറകിലൊരു കാരണമുണ്ട് കേട്ടോ. ഇന്ന് നമ്മുടെ സാനുക്കുട്ടുമ്മയുടെ ബർത്ത്ഡേ ആണ്. അതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി അവിനാഷ് ഗുഡിവാഡയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിന്ന് അവൾക്കൊരു എൻ്റർടൈൻമെൻറ്റ് ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളൊരു ഔട്ടിങ്ങിന് ഇങ്ങനെ വന്നത്. പിന്നെ വീട്ടിൽ വൈകിട്ട് ഒരു ചെറിയൊരു ബർത്ത്ഡേ ആഘോഷമൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. കാഴ്ചകളൊക്കെ കണ്ട് ബോട്ട് കരയ്ക്കടുത്തത് പെട്ടെന്നായിരുന്നു. ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഭവാനി ഐലൻഡിലേക്ക് നടന്നു. പ്രകൃതി രമണീയമായ ഈ ദ്വീപ് വിശ്രമത്തിനും വിനോദത്തിനും ഏറ്റവും അനുയോജ്യമാണ്. ശാന്തമായ അന്തരീക്ഷവും അതുപോലെ കണ്ടൽ കാടുകളാൽ ചുറ്റപ്പെട്ട ഈ ദ്വീപ് അത്യാവശ്യം നന്നായി പരിപാലിക്കപ്പെടുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. മ്യൂസിക്കൽ ഫൗണ്ടൻ, ലേസർ ഷോ, സ്നാക്സ് കഫേ, വാട്ടർ സ്പോർട്സ്, അതുപോലെ മെയ്സ് ഗാർഡൻ, റെസ്റ്റോറൻറ്റ്, വാഷ്റൂംസ്, അതുപോലെ അഡ്വഞ്ചർ ഗെയിംസിനുള്ള വകകൾ, ഇവയെല്ലാം ഈ പാർക്കിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. പാർക്കിൽ കയറുമ്പോൾ തന്നെ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ഭീമാകാരമായ ഒരു സിംഹത്തിൻ്റെ രൂപമാണ്. അത് സിമെൻറ്റിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെ ആന്ധ്രയിലെ കൊണ്ടപ്പിള്ളി വില്ലേജ് എന്ന് പറഞ്ഞ ഒരു ഗ്രാമമുണ്ട്. കരകൗശല വസ്തുക്കളാണ് അവിടെ കൂടുതലും ഉണ്ടാക്കുന്നത്. അവരുടെയൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ ഇതിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മുടെ കൈത്തലത്തിൽ വൃക്ഷം നിൽക്കുന്ന ആ ഒരു ഡിസൈന്, അതേപോലെ മനോഹരമായിട്ടുള്ള ഈ കൊണ്ടപ്പള്ളി വില്ലേജുകാരുടെ കോൺട്രിബ്യൂഷൻസ് ഈ പാർക്കിൽ പല സ്ഥലങ്ങളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ധാരാളം കാണാനായിട്ട് സാധിക്കും. കുട്ടികൾക്ക് കളിക്കാനായിട്ട് നിരവധി റൈഡുകൾ, അതുപോലെ പ്രായമായവർക്ക് കാഴ്ചകളൊക്കെ കണ്ടുള്ള നടത്തത്തിന് കല്ലുകൾ പാകിയ വാക്ക് വേകൾ, അങ്ങനെ നിരവധി തരത്തിലുള്ള ആസ്വാദനത്തിന് ഈ ടൂറിസ്റ്റ് സ്പോട്ടിൽ സൗകര്യങ്ങളുണ്ട്. 133 ഏക്കറുകളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഈ ദ്വീപ് ചുറ്റി നടന്ന് കാണുന്നതിന് ബാറ്ററി ഓപ്പറേറ്റഡ് വെഹിക്കിൾസ് ലഭ്യമാണ്. അത് പല കപ്പാസിറ്റിയുള്ള വെഹിക്കിൾസ് ഉണ്ട്. അത് നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് പൈസ കൊടുത്ത് നമുക്ക് അത് റെൻ്റ് ഔട്ട് ചെയ്ത് നമുക്ക് അവർ കംപ്ലീറ്റ് ചുറ്റിയടിച്ച് കാണിക്കും. അതുപോലെ സൈക്കിളുകൾ അവൈലബിൾ ആണ്. സൈക്കിൾ സവാരി ചെയ്യുന്ന ആളുകൾക്ക് സൈക്കിളുകൾ അവൈലബിൾ ആണ്. അത് വാടകയ്ക്ക് എടുത്തിട്ട് നമുക്ക് സൈക്കിൾ ചവിട്ടാം ചുറ്റും. സാഹസികരായിട്ടുള്ള മുതിർന്ന കുട്ടികൾക്ക് സിഗ് സാഗ് വാക്കിംഗ്, നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു സ്ട്രക്ചറിലൂടെയുള്ള നടത്തം. അതുപോലെ മിക്ക സ്ഥലങ്ങളിലുള്ളതാണ് സിപ്പ് ലൈൻ എന്ന് പറയും, സിപ്പ് ലൈൻ. അതും ഈ മുതിർന്ന കുട്ടികൾക്കൊക്കെ വളരെ ആകർഷണമാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ആ സിപ്പ് ലൈന്, അതുപോലെ സ്കൈ സൈക്കിള്, ഇങ്ങനെ ഒരുപാട് 100 രൂപ, 150 രൂപ, ഇതൊക്കെയാണ് ഈ റൈഡിന് ഉള്ള ഫീസ്. ഓരോ റൈഡും പ്രത്യേകമായിട്ട് എടുക്കുന്നതിന് പകരം റൈഡുകൾ ഒരുമിച്ച് എടുത്ത് കോംബോ ഓഫറുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അത് കുറച്ച് എമൗണ്ട് കുറവായിരിക്കും. ഇതൊരു ഓപ്പൺ ജിമ്മാണ്. വ്യായാമത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ആളുകൾക്കായി ചെയ്തു വച്ചിരിക്കുന്ന ഒരു ഓപ്പൺ ജിം. പിന്നെ കുട്ടികൾക്കുള്ള നിരവധി റൈഡുകൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നമ്മുടെ ബർത്ത്ഡേ ഗേൾ സാൻവിയാണ് ശരിക്കും എൻജോയ് ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം. ട്രെയിനിലും മോട്ടോർ സൈക്കിളിലും അതുപോലെ ഹെലികോപ്റ്ററിലും. ഇപ്പോൾ ഈ ഒരു ഇൻഡോർ ഗെയിമാണിത്.
ഒരു സ്റ്റിമുലേറ്റർ, അതിലും ഒക്കെ ഇരുന്ന് അവൾ ശരിക്കും പറഞ്ഞാൽ അടിച്ചു പൊളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഒരു ഫോട്ടോഷൂട്ട് ആയാലോ? അതിനും ഈ പാർക്കിൽ സൗകര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. സംഗീതപ്രിയരായിട്ടുള്ള സഞ്ചാരികളുടെ സന്തോഷത്തിന് അല്ലെങ്കിൽ വിനോദത്തിന് വേണ്ടിയിട്ട് കുറേ സംഗീതോപകരണങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ മിക്കവാറും ഇവിടുത്തെ, ഞാൻ പറഞ്ഞല്ലോ, ആന്ധ്രയിലൊരു കൊണ്ടപ്പള്ളി വില്ലേജ് ഉണ്ട്. ആ വില്ലേജുകാരുടെ സംഭാവന, അവിടുത്തെ കരകൗശല വിദഗ്ധന്മാരുടെ സംഭാവനകളായിരിക്കണം ഇത്. ആന്ധ്രയിൽ ഈ കൊണ്ടപ്പള്ളി ടോയ്സ് എന്നുള്ളത് വളരെ വളരെ പ്രസിദ്ധമാണ്. ഈ ടോയ്സിൻ്റെ നിർമ്മാണവും അവരുടെ പ്രദർശനവും ഒക്കെ അടങ്ങുന്ന ഒരു വീഡിയോ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അടുത്ത് തന്നെ ഞങ്ങളുടെ ചാനലിൽ നിങ്ങൾക്ക് ആ വീഡിയോ പ്രതീക്ഷിക്കാം. നാഗരിക തിരക്കുകളിൽ നിന്നും അതുപോലെ ജോലി തിരക്കുകളിൽ നിന്നുമൊക്കെ ജനങ്ങൾക്ക് കുറച്ച് സമയം മാറി ഒരു ശാന്തമായ അന്തരീക്ഷത്തിലും വിശ്രമിക്കുന്നതിനും അതുപോലെ വിനോദത്തിനുമൊക്കെ ഫാമിലി ആയിട്ടും കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് ഒരു 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും ഈ ദ്വീപിൽ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ വിവിധ തരത്തിലുള്ള കുട്ടികൾക്ക്, മുതിർന്നവർക്ക്, സാഹസിക പ്രിയരായിട്ടുള്ള കുട്ടികൾക്ക്, അതുപോലെ കുട്ടികൾക്ക് കളിക്കുന്ന പലതരത്തിലുള്ള റൈഡുകൾ, അതുപോലെ കയാക്ക്, ബനാന റൈഡ്, വാട്ടർ സൈക്കിള്, ഫാമിലി റിവർ ബോട്ട് തുടങ്ങിയ നിരവധി വാട്ടർ സ്പോർട്സ് ഐറ്റംസും ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു. ഇത് കാരണം തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഈ പറഞ്ഞ ഭവാനി ഐലൻഡ് തിരക്കിക്കൊണ്ട് വരികയും ഇത് വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറുകയും ചെയ്തിരിക്കുന്നു. ഇതാ ഞങ്ങൾ പറഞ്ഞ വാട്ടർ സ്പോർട്സ് കണ്ടോ? ഇങ്ങനെ നിരവധി തരത്തിലുള്ള വാട്ടർ സ്പോർട്സിനും ഈ ദ്വീപിൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസം ഈ ദ്വീപിൽ താമസിച്ച് ഇതെല്ലാം ആസ്വദിക്കണം എന്നുള്ളവർക്ക് കോട്ടേജുകൾ, വില്ലകൾ, അതുപോലെ ടെൻറ്റുകൾ എന്നിവയുൾപ്പെടെ സന്ദർശകർക്ക് വൈവിധ്യമാർന്ന താമസ സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്യുന്ന ഭവാനി ഐലൻഡ് റിസോർട്ട് ഈ ദ്വീപിൻ്റെ ഒരു പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. മടക്കയാത്രയിൽ ഞങ്ങൾ ബോട്ടിൽ കയറിയപ്പോൾ ബോട്ടിൽ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ബർത്ത്ഡേ സോങ് ഇടാമോ എന്ന് പറഞ്ഞപ്പോൾ അവരത് ഇട്ടു കേട്ടോ. അതൊരു ഭയങ്കര അതിശയമായിപ്പോയി. കാരണം ഞങ്ങളങ്ങനെ പ്ലാൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുകയോ ചെയ്തതല്ലോ. അതുകൊണ്ട് സാൻവിക്കുട്ടുമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഹാപ്പി ബർത്ത്ഡേ പൊന്നു. ഹാപ്പി ബർത്ത്ഡേ സാൻവിക്കുട്ടുമ്മ. ഭവാനി ഐലൻഡ് സന്ദർശനത്തിന് ശേഷം ഞങ്ങൾ വീട്ടിലെത്തി ചെറിയൊരു ബർത്ത്ഡേ ആഘോഷം. ഹാപ്പി ബർത്ത്ഡേ ഡിയർ സാൻവി, ഹാപ്പി ബർത്ത്ഡേ ടു യു. സന്തോഷാച്ചോ ജന്മദിൻ, സന്തോഷാച്ചോ ജന്മദിൻ, സന്തോഷാച്ചോ ജന്മദിൻ. ദേവുതേ കാ ചാങ്കോറോ, ദേവുതേ കാ ഭരേ കോറോ, സന്തോഷാച്ചോ ജന്മദിൻ, സന്തോഷാച്ചോ ജന്മദിൻ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ സാൻവി. Happy birthday, Sanvi. Now her friends are going to gift her something. కుట్టుగండి ఇప్పుడు ప్రస్తుతానికి అబ్బాయి 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 చిన్న అమ్మాయి చిన్నమ్మాయిదే Chocolate. చెట్టు అందిలే, చెట్టు హట్టంగిదిలే. വെരി ഗുഡ്. കുട്ടികൾ അവര് തന്നെ ഉണ്ടാക്കിയ ഗ്രീറ്റിംഗ് കാർഡുകളാണ് സാൻവിക്ക് സമ്മാനിച്ചത്. താങ്ക് യു, താങ്ക് യു. ആ ഗിവ് 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 ഗിവ്. താങ്ക് യു. ആ സാൻവി's ഫേവറേറ്റ് ലവ് ഫ്രം ഗ്രാൻഡ് മദർ. ആ കണക്കെ ആ അനുജല്ലമേ.